ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഡബ്ലിൻ എയർപോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഈ ബ്ലൂ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളൊരു ലണ്ടൻ ട്രിപ്പിനാണ് ഇന്ന് പോകുന്നത്. അപ്പൊ ലണ്ടൻ ട്രിപ്പിനൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ ഡബ്ലിൻ എയർപോർട്ടിന്റെ ബ്ലൂ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടു. നിങ്ങൾ ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ, കുറച്ച് ദിവസത്തെ ട്രിപ്പിനൊക്കെ പോകുന്നവരാണെങ്കിൽ ഇവിടെ വണ്ടി ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് വന്നു. ഇതും എവറി 15 മിനിറ്റ്സ് ബസ്സുണ്ട്. അങ്ങനെ ഡബ്ലിൻ എയർപോർട്ടിൽ ചെക്ക് ഇൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീയിൽ കയറി നമ്മളിങ്ങനെ പോവാണ്. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവർക്ക് ഫ്ലൈറ്റ് കയറുക, ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പോകുക, അല്ലെങ്കിൽ ഒരു ഹോളിഡേക്ക് പോകാന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. നമ്മൾ റയനെയറിൻ്റെ ഫ്ലൈറ്റിനാണ് ഡബ്ലിൻ എയർപോർട്ടിൽ നിന്നും ഡബ്ലിൻ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. 1 hour ആണ് ഫ്ലൈയിങ് ടൈം. അങ്ങനെ നമുക്ക് വിൻഡോയുടെ അടുത്തുള്ള സീറ്റ് തന്നെയാണ് സെലക്ട് ചെയ്ത്. ഡേവിഡും ജെന്നിഫറും ഓരോ സൈഡിലുള്ള സീറ്റിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. ഇപ്പം ഡേവിഡും ജെന്നിഫറും ഓരോ വിൻഡോ സീറ്റിലും ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ ആയിട്ടിരുന്നാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന ദിവസം ഒരു മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയത്. അങ്ങനെ ഗാറ്റ്വിക് എയർപോർട്ടിലെത്തി. നമ്മൾ ഇറങ്ങി. ചെറിയ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. യാത്ര ചെയ്തൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ടാക്സിയിൽ യാത്ര ചെയ്യുന്ന ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഹോളിഡേ ഹോമാണ് നമ്മൾ എടുത്തത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാവിധ സൗകര്യമുള്ള കിച്ചൺ, ബാത്റൂം ഒക്കെ ഉള്ള ഒരു സ്ഥലത്തെടുത്തു. ഡേവിഡൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നതേ. അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഇന്നങ്ങ് കടന്നു. ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇവിടുത്തെ അടുത്ത് തന്നെയുള്ള ക്രൗളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ ലണ്ടൻ സിറ്റിക്ക് പോവുകയാണ്, വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മൾ വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര തിരക്കുള്ള 10-24 പ്ലാറ്റ്ഫോമുകളുള്ള വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൻ്റെ മുമ്പിലത്തെ കാഴ്ചയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ലണ്ടനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അയർലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വലിയൊരു സിറ്റിയാണ്. ബിൽഡിങ്ങുകളുടെ വലിപ്പത്തിലും അതുപോലെ ആൾക്കാരുടെ എണ്ണത്തിലും സൗകര്യങ്ങൾക്കും എല്ലാം നമുക്ക് ഡബ്ലിനുമായിട്ട് ഒരിക്കലും ലണ്ടൻ സിറ്റിയെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലണ്ടൻ സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സിറ്റിയാണല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഈ ലണ്ടൻ ഐ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ലണ്ടൻ സിറ്റിയിലേക്ക് നടന്നു പോകുമ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വെസ്റ്റ്മിനിസ്റ്റർ ആബിയാണ്. ഇംഗ്ലണ്ടിലെ ഒരുപാട് പ്രസിദ്ധരായ ആൾക്കാരെ ബറി ചെയ്തിട്ടുള്ള ഒരു പള്ളിയാണ് ഇത്. അപ്പോൾ അതൊക്കെ പാസ് ചെയ്ത് നമ്മൾ നേരെ സിറ്റിയിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇന്ന് ലണ്ടൻ സിറ്റിയിൽ എന്തോ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചാനൽ പ്രവർത്തകരെയും അതുപോലെ ട്രാഫിക്കിൻ്റെ നിയന്ത്രണവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബിഗ് ബെൻ്റെ അടുത്തെത്തി. നമുക്കറിയാമല്ലോ, വെസ്റ്റ്മിനിസ്റ്റർ ഹാളിൻ്റെ ഭാഗമായിട്ടുള്ള ബിഗ് ബെൻ ആണ് നിങ്ങൾ കാണുന്ന വലിയ ക്ലോക്ക്. നിരവധി കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ ഹാളിൻ്റെ ബിഗ് ബെന്നും കടന്ന് നമ്മൾ നേരെ ഇപ്പോഴും ഡബിൾ എന്നാണ് എൻ്റെ വായി വരുന്നത്. അങ്ങനെ ലണ്ടൻ സിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ ദൂരെ കാണുന്നതാണ് ലണ്ടൻ ഐ. അതിൽ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുഴയുടെ പാലം കടന്ന് അക്കരെ കടന്നു കഴിയുമ്പോൾ നമുക്ക് മനോഹരമായ ദൃശ്യമാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ സമയം ഒട്ടും കളയണ്ടെന്ന് വിചാരിച്ചു. കാരണം നേരത്തെ പലരും പറഞ്ഞിരുന്നു പ്രയോറിറ്റി ടിക്കറ്റ് ഇല്ലെങ്കിൽ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുമെന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമയം കളയാതെ നേരെ അതിൻ്റെ അടുത്തെത്തി. 1999 ഇതിൻ്റെ പണി തീർന്നത്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫെറി വീലായിരുന്നു. ഇതിന് 135 മീറ്ററാണ് ഉയരം. 2006 ചൈനയിൽ ഇതുപോലെ ഒന്ന് ഇതിനേക്കാൾ ഉയരത്തിൽ പണിതിരുന്നു. നമുക്ക് അതുനേരം ഒന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ കയറാൻ പറ്റി. ഈ ലണ്ടൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഇതിനകത്തൊരു ടിക്കറ്റ് എടുത്ത് കയറുന്നത് വളരെ നല്ലതായിരിക്കും. പലപ്പോഴും ഇതിൻ്റെ ടിക്കറ്റ് ഇച്ചിരി കൂടുതലാണ്. സിംഗിളായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30 യൂറോ അടുത്ത് വരും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പാക്കേജ് ആയിട്ട് എടുക്കാം. അതായത് കോംബോ പാക്കേജ്, പല ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെ ടിക്കറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. എന്നാൽ ഞാൻ 2 എണ്ണത്തിൻ്റെ ഒരുമിച്ചാണ് എടുത്തത്. ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോഴാണ് ശരിക്കും ലണ്ടൻ സിറ്റിയുടെ ആ വലിപ്പവും ആ മനോഹാരിതയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിലെത്തുമ്പോഴാണ് നമ്മൾ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്നും ഈ ലണ്ടൻ ഐയുടെ വലിപ്പം എന്തോരെയാണെന്ന്. കാരണം മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടാണ് തോന്നുന്നത്. നല്ല ഉയരം നമുക്ക് മുകളിൽ ചെല്ലുമെന്ന് തോന്നും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ലണ്ടൻ സിറ്റിയും മനോഹരമായിട്ട് കാണാം. ഇന്ന് അല്പം ക്ലൗഡി ആയിരുന്നെങ്കിലും നല്ല വെയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല വിദൂര ദൃശ്യങ്ങൾ പോലും വളരെ മനോഹരമായിട്ട് കാണാമായിരുന്നു.
നമ്മുടെ വെസ്റ്റ്മിനിസ്റ്റർ ഹാളൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ ആസ്വദിച്ച് വളരെ സ്ലോ ആയിട്ടാണ്. ഒരിക്കലും പലരും വിചാരിക്കും ഇതിനകത്ത് കയറുമ്പോൾ തല കറങ്ങും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഇത് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ ഏകദേശം ഒരു 10-20 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിപ്പം ഇതിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് പയ്യെ താഴെയൊക്കെ ഇറങ്ങി പിള്ളേർക്കൊക്കെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി എല്ലാവരും ഒന്ന് ഫ്രഷായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കാണുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇന്ന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് വേറെ ടൂറിസ്റ്റ് അട്രാക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് പേര് ഈ ഏരിയയിലേക്ക് വരും. അങ്ങനെയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പ്. നമ്മളെടുത്ത കോംബോ പാക്കിൻ്റെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടുള്ള ഒരു അക്വേറിയത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. എല്ലാം ഒരു കോമ്പൗണ്ടിൽ എന്ന് വേണേൽ പറയാം. പിള്ളേരെ കൊണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനും അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ഈ അക്വേറിയത്തിന് ടിക്കറ്റ് എടുത്തു. പക്ഷേ ഇത് ഒട്ടും വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിൻ്റെ ഒരു പകുതി ടിക്കറ്റ് നിരക്കിൽ നമ്മൾ കൗണ്ടി കെറിയിലെ ഡിങ്കിൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 3-4 വർഷം മുമ്പ് പോയിരുന്നു. അതും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് വേണമെന്ന് പറയും. ഇത് അല്പം കൂടെ വലിപ്പമുണ്ട്. അതിന് അത്രയും അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിള്ളേർ ആസ്വദിച്ചു, അത് സത്യം തന്നെ. അപ്പം നമ്മൾ ഇവിടുത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് പയ്യെ ലണ്ടൻ സിറ്റിയിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് പോവുകയാണ്. നമുക്ക് ഓൾറെഡി വൈകിട്ട് 4 മണിയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് രാവിലെ വണ്ടി കയറിയ ക്രൗളി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി പയ്യെ തിരിച്ച് ഹോളിഡേ ഹോമിലേക്ക് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വീണ്ടും റയനെയറിൽ കയറി ഡബ്ലിൻ എയർപോർട്ടിലേക്ക് വന്നിറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പ് വളരെ മനോഹരമായി തീർന്നു.